സോ ഹായ് ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാം ലേണിംഗ് പർപ്പസ് ആണ്. മോസ്റ്റ്ലി ലേണിംഗ് പർപ്പസിന് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുള്ളൂ. ഓൺലി ലിറ്റ് വി ബേസ് തിയറി. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് എക്സ്റ്റെൻഷൻ. എക്സ്റ്റെൻഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ്റ്റെൻഷൻ മീൻസ് എന്തെങ്കിലും ഒരു സംഭവം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. മീൻസ് എക്സ്റ്റെൻഷൻ കോഡ് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുള്ളൂ. എക്സ്റ്റെൻഷൻ കോഡ് ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു ഷോർട്ടേജ് ആണ്, അതിനകത്ത് നമ്മൾ ഒരു കോഡ് നമ്മൾ അറ്റാച്ച് ചെയ്യണു, എക്സ്റ്റെൻഡ് ചെയ്യണു, പിന്നെ അത് കറക്റ്റായി. ദാറ്റ് മീൻസ് എക്സ്റ്റെൻഷൻ. ഇതാണ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പ്രൈസ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമ്മൾ ലിറ്റ് വ്യൂ തിയറിയിൽ അതാണ് പറയുന്നത്, എക്സ്റ്റെൻഡ്. സോ എക്സ്റ്റെൻഷൻ ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് നമ്മൾ 2-3 ഡിസ്കസ് ചെയ്യും. എക്സ്റ്റെൻഷൻ എന്താണ്, എങ്ങനെയാണ് പ്രൈസ് എക്സ്റ്റെൻഷനിലേക്ക് നമ്മുടെ എക്സ്റ്റെൻഷനിലേക്ക് പോകുന്നത്. വീഡിയോ മേ ബി ലോങ് ആവാം. ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിർത്തും എനിക്കറിയില്ല. ബട്ട് യെസ്, മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ ഷോർട്ട് അനലൈസിസ് കൊടുക്കാം. മീൻസ് എല്ലാവരുടെ ഒരു സമയം കളയാൻ ഉള്ള പരിപാടി എനിക്കും ഇല്ല. സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സ്റ്റെൻഷൻ ഫസ്റ്റ് നോർമൽ വേവ് തിയറി പഠിക്കാം. എന്താണ് വേവ് തിയറി? 1 2 3 4 5. ഓക്കെ, വേവ് തിയറി എപ്പോഴും പറയുന്നത് 5 മൂവ്സിലാണ് പ്രൈസ് പോകുള്ളൂ. ഓക്കെ, ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. 5 മൂവ്സിൽ പ്രൈസ് പോകുള്ളൂ. ഞാൻ ഇപ്പോഴും ഇത്ര ബെറ്റർ അല്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ഫസ്റ്റ് ഇത് തന്നെ പറയുന്നത്. കുറച്ചുകൂടി പനി മാറിയിട്ടില്ല. എന്തായാലും ഓക്കെയാണ്, ബട്ട് നോട്ട് 100%. സോ അതുകൊണ്ട് വീഡിയോ ലേറ്റുമാണ്. പിന്നെ അത്രയ്ക്ക് എക്സ്പ്ലനേഷൻ എനിക്ക് ഒരു ഇതില്ല, കംഫർട്ടബിൾ അല്ല. എന്തായാലും നമുക്ക് ചെറിയൊരു അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. പ്രൈസ് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് വേവ്, ഇമ്പൾസീവ് വേവ് എപ്പോഴും നമ്മുടെ ഇമ്പൾസീവ് വേവ് ഉണ്ടല്ലോ, അത് മാത്രമേ എക്സ്റ്റെൻഷനിൽ പോകുള്ളൂ. കറക്ഷൻസ് എക്സ്റ്റെൻഷനിൽ പോകില്ല, ശ്രദ്ധിക്കുക. ഓക്കെ, പോകും. അത് താഴേക്ക് ഫോൾ വരുമ്പോഴത്തേക്ക് ഇമ്പൾസ്, ദാറ്റ് മീൻസ് താഴേക്കാളും മുകളിലേക്ക് ഇമ്പൾസ് ആണ് എക്സ്റ്റെൻഷനിൽ പോകുള്ളൂ. അല്ലാണ്ട് ഈ ഇത് കണ്ട 2 or 4 പോകത്തില്ല. ഓക്കെ, മോസ്റ്റ്ലി നമ്മൾ കണ്ടേക്കണ എന്താണ്, നമ്മൾ പഠിച്ചേക്കണ എന്താണ്, മോസ്റ്റ്ലി പഠിച്ചേക്കണ തേർഡ് വേവ്. ഈ തേർഡ് വേവ് ആണ് എക്സ്റ്റെൻഷനിലായിരിക്കുള്ളൂ. മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് തേർഡ് വേവ് ആണ് എക്സ്റ്റെൻഷനിലായിരിക്കുള്ളൂ. ഓക്കെ, യൂഷ്വലി അത് തന്നെ ചാൻസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. എക്സ്റ്റെൻഷൻ എന്താണ്, എക്സ്റ്റെൻഷൻ ഏത് വേവ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ 80 to 90% തേർഡ് വേവ് ആണ് എക്സ്റ്റെൻഷനിൽ പോകുള്ളൂ. പിന്നെ എക്സ്റ്റെൻഷനിൽ എത്ര മൂവ്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്? ഈ സിംഗിൾ വേവ് ദാറ്റ് മീൻസ് 2 to 3 മൂവ്സ് ഉണ്ടല്ലോ, അതിൽ നോർമലി 5 to 21 മൂവ്സ് പറയാം. ഓക്കെ, 5 നോർമലി ആൻഡ് മാക്സിമം 21 മൂവ്സ് ഉണ്ടാവും. ദാറ്റ് മീൻസ് 5, 7, 11, 17, പിന്നെ ഐ തിങ്ക് 19 ആണ്, പിന്നെ 21 അബവ് പ്രൈസ് എക്സ്റ്റെൻഷനിൽ പോകില്ല. ദാറ്റ് മീൻസ് മാക്സിമം 21 മൂവ്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ഇൻ എക്സ്റ്റെൻഷൻ. ബട്ട് എക്സ്റ്റെൻഷൻ നമുക്ക് ഗ്രാബ് ചെയ്യാൻ ഈസി അല്ല. കാരണം വെച്ചാൽ എക്സ്റ്റെൻഷനിൽ ബിഗ് പ്ലെയേഴ്സ് മാത്രമേ എൻട്രി എടുക്കാവാറുള്ളൂ. അവർ ഓൾറെഡി അവരുടെ പൊസിഷൻ ഉണ്ടാവും. നമുക്ക് എൻട്രി അവർ ഈസിലി തരത്തില്ല. സോ നമ്മൾ അകത്താണെങ്കിൽ, ഓൾറെഡി നമ്മൾ എൻറ്റേർഡ് ആണെങ്കിൽ നമുക്കത് പ്ലേ ചെയ്യാം. ബട്ട് അപ്പോഴും നമ്മൾ കൈക്കാൽ വരക്കാൻ തുടങ്ങും. അതാണ് ശരിക്കും എക്സ്റ്റെൻഷൻ. മീൻസ് അത്രയ്ക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. അത്രയ്ക്ക് പ്രോഫിറ്റ് നമുക്ക് എക്സ്റ്റെൻഷൻ വേവ് തരും. ദാറ്റ് മീൻസ് നമുക്ക് മനസ്സിലാകത്തില്ല, നമ്മൾ എപ്പോഴും ഇറങ്ങണോ, ടെൻഷൻ ഉണ്ടാകും നമുക്ക്. നമുക്കറിയാം തേർഡ് വേവ് ആണ്, ബട്ട് അതിൻ്റെ കഴിഞ്ഞ് ഫോർത്തിൻ്റെ വെപ്രാളം ഉണ്ടാകും നമുക്ക്. അയ്യോ, ഫോർത്ത് വേവ് വരാൻ പോവുക, ഫോർത്തിന് റീട്രേസ്മെൻറ്റ് ഉണ്ടാവും, ഹ്യൂജ് ഫോൾ ഉണ്ടാവും, എങ്ങനെയായിരിക്കും, എന്തായാലും റീട്രേസ്മെൻറ്റ് ഉണ്ടാവും, ഇത്ര വരും. ബട്ട് ഫോർത്തും കുറച്ചേ റീട്രേസ്മെൻറ്റ് തരും, എന്തെങ്കിലും വീണ്ടും 5th സ്റ്റാർട്ട് ചെയ്യും. സോ അതാണ് എക്സ്റ്റെൻഷൻ. സോ തേർഡ് നമ്മൾ പിടിച്ചാൽ, നമുക്ക് തേർഡല്ല സെക്കൻഡിൽ തന്നെ പിടിക്കണം, ഓർ ഫസ്റ്റിൻ്റെ തേർഡ് സ്റ്റാർട്ടിങ് ആകുമ്പോഴത്തേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് എക്സ്റ്റെൻഷൻ തരും. ഓക്കെ, ഇത് ക്ലിയറായി. ഇനി പറയാനുള്ളത് എന്താണ്, സംടൈംസ് ഫസ്റ്റ് വേവും പോകാം. ഫസ്റ്റ് എക്സ്റ്റെൻഷനിലാണെങ്കിൽ 3rd and 5th സ്മോൾ ആവാൻ ചാൻസസ് ഉണ്ട്. ഓർ ഫസ്റ്റ് വേവ് എക്സ്റ്റെൻഷനിലാണെങ്കിൽ 1st and 5th എക്സ്റ്റെൻഷനിലാവാം. എനി 2 വേവ് ഇമ്പൾസീവ് 2 വേവ്സ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് എക്സ്റ്റെൻഷനിലാവണം. ഓക്കെ, അല്ലെങ്കിൽ തേർഡ് വേവ് എന്തായാലും മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് എക്സ്റ്റെൻഷനിലായിരിക്കും. 5th ഡിപ്പെൻഡാണ് ബാക്കി നേരത്തെ 2 ഇമ്പൾസ് വേവിൽ. ഓക്കെ, 1 and 3rd. ഇതിൻ്റെ ഫുള്ള് ഞാൻ അപ്കമിങ് ടൈമിൽ ഒന്നുകൂടി ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം വെച്ചാൽ ഇത് വലിയ ടോപ്പിക്കാണ്. ബട്ട് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ ആഡ് ആയിട്ടുള്ളൂ നമ്മുടെ ഈ ഗ്രൂപ്പിൽ, എൻ്റെ ഈ ചാനലിൽ ന്യൂ മെമ്പേഴ്സാണ്. അവർക്ക് നോർമലി ഇമ്പൾസ് തന്നെ മറ്റേ എലിറ്റ് വേവ് തിയറി എന്താണെന്ന് അറിയില്ലായിരിക്കും. അറിയാമെങ്കിൽ വെരി ഗുഡ്.
ബട്ട് അറിയില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സോ നോർമലി ഫസ്റ്റ് പോയി ബാക്കിൽ എൻ്റെ ഈ ചാനലിൻ്റെ ബാക്കിൽ ഓൾറെഡി ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. മസ്റ്റായിട്ട് കാണുന്ന ലേണിംഗ് വീഡിയോസാണ്. മസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ആൻഡ് ദെൻ ഇതൊക്കെ എല്ലാം നമുക്ക് ലൈവ് മാർക്കറ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും, ലൈവ് മാർക്കറ്റിൽ ഇത് കാണാൻ പറ്റും. എനിക്കത് തന്നെ പറയാനുള്ളതാണ്. എലിറ്റ് വി തിയറി നിങ്ങൾക്ക് ഒരിക്കലും ഇത് തരത്തില്ല, ഒരു മോശം ഒന്നും ഉണ്ടാവില്ല. മീൻസ് അതുകൊണ്ട് പ്രോഫിറ്റ് തന്നെ, ഗുണം തന്നെ ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ എലിറ്റ് വി തിയറി അത്രയ്ക്ക് നല്ലൊരു ചാപ്റ്ററാണ്, അത്രയ്ക്ക് വലിയൊരു സബ്ജക്റ്റാണ്. മീൻസ് പ്രോപ്പർലി നമുക്ക് അതിൻ്റെ ജെന്യുവൻ മൂവ്സ് നമുക്ക് മാർക്കറ്റിൽ, ലൈവ് മാർക്കറ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് എല്ലാവരും എന്ത് ചെയ്യുക, മാർക്കറ്റിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, തേർഡ് ഇമ്പൾസിലേക്ക് വരുന്നുണ്ടോ ഇല്ല. ആൻഡ് ദെൻ പിന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ നോക്കുക കേട്ടോ. സോ ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഫസ്റ്റ്, തേർഡ് ആൻഡ് ഫിഫ്ത്ത്. തേർഡ് വേവിൽ മോസ്റ്റ്ലി ചാൻസസ് മിനിമം 5 മൂവ്സ്, മാക്സിമം 21 മൂവ്സ് വരെ പോകാം തേർഡിൽ. ഓക്കെ, ബാക്കി ഇനി ഡിസ്കസ് നമുക്ക് ചെയ്യാം, കുറച്ചുകൂടി ഡിസ്കഷൻ ഉണ്ട്. പിന്നെ ഇനി പറയാനുള്ളത്, എപ്പോഴും തേർഡ് വേവ്, എക്സ്റ്റൻഷൻ വേവ് നമുക്ക് എപ്പോഴും പിടിക്കാനാണെങ്കിൽ എങ്ങനെ പിടിക്കുക, ട്രെൻഡ് ബേസ്ഡ് ഫിബ് എക്സ്റ്റൻഷൻ. ഇത് കാണാം, ട്രെൻഡ് ബേസ്ഡ് ഫിബ് എക്സ്റ്റൻഷൻ. ഓക്കെ, സോ നമ്മൾ ഈ ബോട്ടം ടു 1 and then 2 ഡേയ്സ് സോ നോക്കുകയാണെങ്കിൽ ഇത് നോർമലി 161.80% കണ്ടാം. നോർമലി 161.80% ഈ പെർസെൻറ്റിലേക്ക് ചേഞ്ച് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ, സെറ്റിങ്സ് പോവുക. ഓക്കെ, എല്ലാവരും അത് തന്നെ ചെയ്ത് വെക്കണം, അങ്ങനെ തന്നെ. ഓക്കെ, വാല്യൂസ് പെർസെൻറ്റേജ്, ഓക്കെ പെർസെൻറ്റേജിലേക്കായി. ഓക്കെ, 161.80% നോർമലി ഈ വേവ്. ഓക്കെ, 161.80% നോർമലി ഇത് പോകാറുണ്ട് എക്സ്റ്റൻഷനിലാണെങ്കിൽ. ആൻഡ് മിനിമം മീൻസ് നോർമലി 161, 261.0%, 361.80%. ആൻഡ് അതിൻ്റെ അബവ് പോകാനുള്ള പവർ തേർഡ് വേവിൽ മാത്രം ഉണ്ടാകും. ഏത് സിനാരിയോയിൽ മൂവ്സ് കൂടുവാണെങ്കിൽ, 5 മൂവ്സ് ആണെങ്കിൽ ആകെ 5 മൂവ്സ് ഉള്ളൂ എന്ന് വിചാരിച്ചാൽ 161.80% തീരും. ഇതിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും തീരും. 5 കഴിഞ്ഞിട്ട് 7ാമത്തെ മൂവ്, 6 റിട്രേസ്മെൻറ്റ്, 7ാമത്തെ മൂവ്സിൽ എൻട്രി ഇടുകയാണെങ്കിൽ 261.80%. അതിൻ്റെ അപ്പുറം മൂവ്സ് പോകണമെങ്കിൽ 361, 461.80%. അങ്ങനത്തെ റേഷ്യോസ് ഉണ്ട്. അങ്ങനെ അത് കയറി പോകും തേർഡ് മൂവ്. അതാണ് തേർഡ് വേവിൻ്റെ എക്സ്റ്റൻഷൻ്റെ പവർ. മനസ്സിലാക്കണം, എപ്പോഴും ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക അത് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, നമുക്ക് നേരത്തെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴി വല്ലതും ഉണ്ടോ? യെസ്, പറഞ്ഞു തരാം. ജസ്റ്റ് ചെറിയ സിനാരിയോസ് മാത്രമേ ഉള്ളൂ. മീൻസ് 100% അല്ല, ബട്ട് യെസ്, പഠിച്ചേക്കാൻ എന്താണ് ഞാൻ പറയാം. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്, ആൻഡ് ദെൻ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഇതിനകത്ത് വ്യത്യാസം എന്താണ് ഞാൻ പറഞ്ഞു തരാം. എപ്പോഴും ഫസ്റ്റ് വേവ് ആൻഡ് സെക്കൻഡ് വേവ് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറിൽ ഉണ്ടാകും. ദാറ്റ് മീൻസ് ചെറിയ അപ്സൈഡ്, ചെറിയ റീട്രേസ്മെൻറ്റ് ആൻഡ് സഡൻ അപ്സൈഡ്. ദാറ്റ് മീൻസ് മറ്റേ നെക്സ്റ്റ് തേർഡ് വേവിൻ്റെ പേരിൻ്റെ മൂവ് ആയിരിക്കും ഹ്യൂജ്. ഇത് ചെറിയ റീട്രേസ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. യൂഷ്വലി നമ്മൾ ഇപ്പോൾ ആസ് പെർ ഫിബൊനാച്ചി നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ നോർമൽ ഫിബ് എക്സ്റ്റൻഷൻ എടുക്കുക, ഫിബ് റീട്രേസ്മെൻറ്റ് ഇതെടുക്കുക. ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഉണ്ടല്ലോ, സെക്കൻഡ് വേവിൻ്റെ പ്രൈസ് പെർസെൻറ്റേജ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റേ ഇതിൻ്റെ ബിലോ പോകത്തില്ല. 61.80% മാക്സിമം. നമ്മൾ പഠിച്ചേക്കാൻ എന്താണ്, ഐ തിങ്ക് 50% വരെ മാത്രമേ ഈ പ്രൈസ് പോകുള്ളൂ. ഈ പ്രൈസ് ഉണ്ടല്ലോ 50% സെക്കൻഡ് വേവിൻ്റെ റീട്രേസ്മെൻറ്റ് മാക്സിമം 50% വരെ പോകുള്ളൂ. ആൻഡ് സഡൻ പ്രൈസ് എന്ത് ചെയ്യും, ഇത് സഡൻ ഉണ്ടാവും. എല്ലാം ചെറിയ റീട്രേസ്മെൻറ്റ്, ചെറിയൊരു ബൗൺസ് മുകളിലേക്ക് ഉണ്ടാകും, ചെറിയൊരു റീട്രേസ്മെൻറ്റ് ഉണ്ടാകും താഴേക്ക്. ആ റീട്രേസ്മെൻറ്റ് 81.20% എനി ഹൗ പോവുകയില്ല, ശ്രദ്ധിക്കുക. 50% വരെ മാക്സിമം ഉണ്ടാവുള്ളൂ. ആൻഡ് ദെൻ വീണ്ടും തേർഡിലേക്ക് എൻ്റർ. ദാറ്റ് മീൻസ് അത് കുഞ്ഞുണ്ടാവുള്ളൂ. ആൻഡ് തേർഡ് വേവ് വീണ്ടും ഷാർപ്പ്ലി ഹ്യൂജ് ഉണ്ടാവാൻ തുടങ്ങും. സോ മനസ്സിലാക്കി എടുക്കുക. ദാറ്റ് മീൻസ് പ്രൈസ് തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണ്. സോ നെക്സ്റ്റ് വരുന്ന ചെറിയ മൂവ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, തേർഡ് വേവ് എപ്പോഴും പിടിക്കാനുള്ളത് എക്സ്റ്റൻഷനിലാണ്. ബട്ട് ഇൻ കേസ് പ്രൈസ് എൻറ്റേർഡ് ചെയ്തു തേർഡ് വേവിൽ, നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ല. സോ അത് എങ്ങനെ ക്യാപ്ചർ ചെയ്യുക, അത് റിസ്കി ആയിരിക്കും. ബട്ട് യെസ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഓൺലി ഫോർ ലേണിംഗ് പർപ്പസ്. സപ്പോസ് പ്രൈസ് സ്റ്റാർട്ടായി, സോ തേർഡ് വേവിൽ സ്റ്റാർട്ടായി, പ്രൈസ് ഷാർപ്പ്ലി മുകളിൽ പോയി. സോ അതിൻ്റെ തേർഡിൻ്റെ ഇൻറ്റർണൽ മൂവ്സ് ആണെന്ന് പറയാം. സോ അത് വരുവാണെങ്കിൽ അത് റീട്രേസ്മെൻറ്റ് ഉണ്ടല്ലോ 38.20% വരെ മാക്സിമം ഇത്രേ വരുള്ളൂ. ഇൻറ്റർണൽ മൂവ്സ് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞത് ഞാൻ സെക്കൻഡ് വേവിൻ്റെ റീട്രേസ്മെൻ്റ് ആണ്, 50% പോകുള്ളൂ. ഇത്
ഇതിൻ്റെ അകത്തുള്ളതാണ് പറയുന്നത്, തേർഡിൻ്റെ അകത്തുള്ള 21 മൂവ്സ് ഉണ്ടാവാൻ ചാൻസ് 5 to 21 മൂവ്സ് അകത്തുള്ള പാർട്സ് അത് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയ റീട്രേസ്മെൻറ്റ്, പ്രൈസ് ബുള്ളിഷ് ആയിരിക്കും, ചെറിയ റീട്രേസ്മെൻറ്റ്. ദാറ്റ് മീൻസ് ആ പ്രൈസ് സ്മോൾ റീട്രേസ്മെൻറ്റ് 38.2. ബൈ ഓൺ ഡിപ്സിൻ്റെ സ്ട്രാറ്റജി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബൈ ഓൺ ഡിപ്സ് അതൊക്കെ ഇതാണ് സംഭവം. സോ ബൈ ഓൺ ഡിപ്സ് എവിടെ എന്തെങ്കിലും റേഷ്യോ തന്നാലേ നമുക്ക് ബൈ ഓൺ ഡിപ്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രൈസ് എക്സ്റ്റൻഷനിലാണെങ്കിൽ അത്രേ ഡിപ്പ് തരുള്ളൂ. 38.20% മാക്സിമം ആണ്. ഇതിൻ്റെ ബിലോ പോവില്ല. ഇവിടെ പ്രൈസ് കിട്ടിയാൽ കയറിക്കൊള്ളുന്നു. ആൻഡ് ദെൻ പ്രൈസ് ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യും സമയം കളയാതെ. അതാണ് മറ്റേ ഇതിൻ്റെ ഒരു നമ്മുടെ എക്സ്റ്റൻഷൻ്റെ ഒരു തിയറി. പിന്നെ ഇവിടെ ഒരു നമ്മുടെ ലൈവ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞത് ഇവിടെ തേർഡ് നമ്മളന്ന് ക്യാപ്ചർ ചെയ്തല്ലോ, എ ബി സി സിയുടെ കട്ട് ഇത് കണ്ട 1 2 തേർഡ് എക്സ്റ്റൻഷനിലായിരുന്നു. ബട്ട് തേർഡ് ഇതിന് എത്ര മൂവ്സ് ഉണ്ടായി? 1 2 3 4 5. ഓക്കെ, തേർഡിൻ്റെ അകത്ത് ഇൻറ്റേർണൽ 5 മൂവ്സ് ഉണ്ടായിരുന്നു. ഇതാണല്ലോ നമ്മളന്ന് ഇത് 1 ഇത് 2 ഇവിടെ 3 ഇത് 4 ഇത് 5 അങ്ങനെയാണ്. സോ തേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 161.80% എന്നുണ്ടായിരുന്നുള്ളൂ. അത് ഫിബനാച്ചി എക്സ്റ്റൻഷൻ ഫിബനാച്ചി വെച്ച് നോക്കുക. അത് ചിലപ്പോൾ ഈ ടോപ്പിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈസിലി പിടികിട്ടിയത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറുതെ വേസ്റ്റ് ഒരു ടോപ്പിക്കാണ്. അല്ല, അപ്കമിങ് ടൈമിൽ ഇത് നല്ലൊരു പ്രോഫിറ്റും തരും, നല്ല ഒരു പെർസെൻറ്റേജായി നമുക്ക് നല്ലൊരു ഇതും കിട്ടും. ഇത് കണ്ട 261.80% വരെ പ്രൈസ് പോയതാണ്. എന്തിനാണ് ഇപ്പോൾ നമുക്ക് പ്രൈസ് ദാറ്റ് മീൻസ് തേർഡ് ഇവിടെ കഴിഞ്ഞായിരുന്നു ആൻഡ് ഫോർത്തിൻ്റെ ബൗൺസ് മുകളിലേക്ക് തന്നു. അതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. പിന്നെ നെക്സ്റ്റ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയയിൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ പ്രൈസ് ഉണ്ടോ, ആൻറ്റി പാറ്റേൺ ഉണ്ടാക്കി. ഓക്കെ, അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആൻറ്റി പാറ്റേൺ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ. മൈക്രോസ്കോപ്പിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു 1 ഇത് 2 ചെറിയൊരു ഇതേ ഉള്ളൂ കേട്ടോ. സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് 1 ഇത് 2 ആൻഡ് ദെൻ പ്രൈസ് തേർഡിൽ എൻറ്റേർഡായി. കണ്ടോ, തേർഡിൽ എൻറ്റേർഡായി. ഓക്കെ, തേർഡിൻ്റെ 1 2 3 4 5 കംപ്ലീറ്റ് ചെയ്തു. ABC ആയിട്ട് പ്രൈസ് താഴേക്ക് വന്നു ആൻഡ് ദെൻ വീണ്ടും എക്സ്റ്റൻഷനിൽ പോയി 1 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്ത് ABC താഴേക്ക് വന്നു. പിന്നെ 1 2 3 4 ദാറ്റ് മീൻസ് പ്രൈസ് ഭയങ്കര ബുള്ളിഷാണ്. ആ സൈൻ ഓഫ് ബുള്ളിഷാണ്. ഈസി ഒന്നുമില്ല, ഈസി അല്ല ടോപ്പിക്ക്, ഇത്തിരി പാടാണ്. ബട്ട് അറിഞ്ഞിരിക്കണം. ദാറ്റ് മീൻസ് കാരണം വെച്ചാൽ നമ്മൾ ലൈവ് മാർക്കറ്റിൽ നോക്കുമ്പോൾ എന്താ ഇത് പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, 5 മൂവ് കഴിഞ്ഞാൽ പ്രൈസ് തീരും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്, മനസ്സിലാക്കിയെടുക്കുക. എൻട്രി കിട്ടിയ പിന്നെ കൈ കെട്ടിയിരിക്കുക, പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും, അങ്ങനത്തെ ഒരു സംഭവമാണ്. ബട്ട് ഈസി അല്ല, കണ്ടുപിടിക്കാൻ ഈസി അല്ല. ഈ എക്സ്പീരിയൻസ് ടൈം എടുക്കും, ഒത്തിരി ടൈം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കത് പിടികിട്ടുള്ളൂ. പ്രാക്ടീസ് ചെയ്യുക, അതാണ് കുറച്ചുകൂടി. പിന്നെ ഇതിൻ്റെ വലിയ ഹ്യൂജ് ടോപ്പിക്കൊക്കെ ഉണ്ട് ഇതിനകത്ത്, ഒത്തിരി ഡീപ്പ് എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട്. അത് നമുക്ക് അപ്കമിങ് ടൈമിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ശ്രദ്ധിക്കാം. മോസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത് തേർഡ് വേവ് ആണ് എക്സ്റ്റൻഷനിൽ. 3rd and 5th പോകാനുള്ള ചാൻസസ് ഉണ്ട്. 3rd and 5th പോകും, ബട്ട് തേർഡാണ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട്. തേർഡ് എപ്പോഴും എക്സ്റ്റൻഷനിലുണ്ടാകും. ശ്രദ്ധിക്കുക, എല്ലാവരും ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യണം, മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ്.